ഹായ്, ചിലപ്പോഴെങ്കിലും നമ്മുടെ മൗനം നമ്മളുടെ ബലഹീനതയായി തെറ്റിദ്ധരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു മറുപടിയാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്, അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ഞാൻ മൗനമായി ഇരിക്കുമെന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ രണ്ട് സൈഡിൽ നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. പാർട്ടിക്ക് അതീതമായിട്ട് എൻ്റെ സമുദായത്തിലുള്ള രണ്ടുപേർ അവിടെ നിൽക്കുന്നു. ബലാബലം PV അൻവറും ആര്യടൻ ഷൗക്കത്തും. എനിക്ക് ഇവർ രണ്ടുപേരിൽ ഒരാൾ ജയിക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. തർക്കിക്കണ്ട, ഞാൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ നാട്ടിൽ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൽ, UP-യിലും മെജോറിറ്റിയായി നിൽക്കുന്നത്, അതായത് നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് പോലും ബോധ്യമില്ലാത്ത തക്കവണ്ണം നിങ്ങളെ വർഗീയവാദികളെന്നും അക്രമികളെന്നും തീവ്രവാദികളെന്നും അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളുടെ ബലം നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത തക്കവണ്ണം നിങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുമുണ്ട്. അതിനെതിരെ ശക്തമായി നിലകൊള്ളണമെന്നാണ് എനിക്ക് ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത്. തെളിവ് ഉൾപ്പെടെയാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. അറിയാം, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണല്ലോ. കമ്മ്യൂണിസം എന്താണ്, അതിൻ്റെ മാനിഫെസ്റ്റോ എന്താണ് എന്ന് അട്രാക്ഷൻ തോന്നി, അത് ഇഷ്ടപ്പെട്ട് അതിലേക്ക് ചേർന്ന ഒരു വ്യക്തിക്ക് വളരെ കാലമായി, കഴിഞ്ഞ 3-4 വർഷമായി കേസുകൾ കോടതികളിലൊക്കെ പോകുന്നിടത്തൊക്കെ ഞാൻ അറിഞ്ഞ ആ വിവേചനമാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്. ഇവിടെ യുക്തിവാദികളെന്ന് അഭിനയിക്കുന്ന മിക്കവാറും ഉള്ള ഈ മുസ്ലിങ്ങളൊക്കെ തന്നെ സംഘിവാദികളാണ്. എനിക്കെതിരെ അവരെന്ത് പ്രസ്താവന ഇറക്കിയാലും കേസെടുക്കില്ല. പകരം ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ കേസെടുക്കും. എനിക്കെതിരെ ഭയങ്കരമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഞാൻ ഇതുവരെയും ഫേസ് ചെയ്യുന്നു, ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കതിൽ നിന്നാണ് മനസ്സിലായത്. PV അൻവറിനുണ്ടായ ഒരു തിരിച്ചറിവ് തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഇപ്പോൾ ഗോവിന്ദൻ മാഷും ഒക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന തോറ്റ സുരാജ് പറഞ്ഞ ഒരു കാര്യത്തിനാണ് ഞാനിപ്പോൾ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ പറഞ്ഞത് എന്താണ്? വർഗീയ വോട്ടാണ്, വർഗീയവാദികളുടെ വോട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയത്. അർത്ഥാത് ഈ പറയണ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കമ്മ്യൂണിറ്റിയാണ് അയാൾ അപമാനിച്ചത്. ഇവർ രണ്ടുപേരും തുടരെ പറയുന്നത് ഇത് ഏറ്റു പാടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കിടന്നങ്ങ് മെഴുകി തള്ളുന്നുണ്ട്. നീ തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിച്ചൂടേടാ, പകരം കിടന്നിട്ട് കണാപ്പിണ പറയുന്ന നാണയില്ല നിനക്ക്. ആ നാട്ടിലെ മനുഷ്യർക്ക് ബോധം വന്നു എന്നാണ് അർത്ഥം. അവിടെ ഒരു രാഷ്ട്രീയമല്ല ജയിച്ചത്, ബോധം വന്നു മനുഷ്യർക്ക്. നിലമ്പൂരുള്ള ജനങ്ങൾ, അത് പ്രത്യേകിച്ച് സ്വരാജിൻ്റെ നാട് തന്നെയാണത്, എല്ലാവരുടെയും നാട് തന്നെയാണ്. എന്നിട്ട് എന്തായി? സ്വന്തം നാട്ടിൽ പോലും വട്ടപൂജ്യമായാണ് ഈ അങ്ങേർക്ക് കിട്ടിയത്. ആരാണ് സ്വരാജ്? ഇയാൾ സംഘശക്തിയുടെ ആളാണെന്ന് തെളിയിക്കാനുള്ള 2-3 കാര്യം ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നറിയാം. എനിക്ക് മനസ്സിലായി, എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഹിന്ദു മഹാസഭയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 5000 വോട്ടുകൾ ഞങ്ങൾ ഇങ്ങേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നത് ആരായിരുന്നു? വിജയരാഘവനല്ലേ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അത് ആരോ കൊണ്ടുവന്നെന്നിരിക്കട്ടെ, ആ ഒരു പ്രസ്തുത സംഗതിയെ ഇങ്ങേര് തട്ടിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ അറിഞ്ഞില്ല, ഓഫീസിൽ ആരൊക്കെ വന്നതാണ് പോയതാണ്. ആരെടുത്താ ഇത് പറയണേ? 5000 വോട്ട് അവർ ഓഫർ ചെയ്തു. ഹിന്ദു മഹാസഭ ആരാണ്, എന്താണ്? അതല്ലേ വർഗീയവാദം? അപ്പോൾ വർഗീയ വോട്ട് ആർക്കാ കിട്ടിയത്? അത് കിട്ടിയത് സ്വരാജിനാണ്. സ്വരാജ് ആരാണ്? സ്വരാജ് നായർ. ഒരു നായരെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ കാർക്കിച്ച് തുപ്പുകയാണ് ഇന്നാട്ടിലെ കേരളീയ ജനത, പ്രത്യേകിച്ച് നിലമ്പൂരുള്ള മനുഷ്യർ ചെയ്തെന്ന് ഞാൻ പറയും. അതാണ് നടന്നിട്ടുമുള്ളത്. ഇനി ഈ വാർത്ത നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇത് പണ്ട് വന്നൊരു വാർത്തയാണ്, കുറച്ചു കാലം മുമ്പ്. അന്ന് ഈ പറഞ്ഞ വാർത്ത നടക്കുന്ന സമയത്ത് കണ്ണോത്ത് രാമചന്ദ്രൻ, അദ്ദേഹം LC മെമ്പറാണ്, ലോക്കൽ കമ്മിറ്റി. അദ്ദേഹത്തിൻ്റെ മകനായ ഒരു ആസാമി ഉണ്ടായിരുന്നു. 2 മക്കളും ഭാര്യയുമുള്ള ആസാമിയാണേ, ചുമ്മാ ഉള്ള ആസാമിയല്ല. ഇങ്ങനെ നടത്തിയിരുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അടച്ചു പൂട്ടേണ്ടതില്ല, അതിനെതിരെ നമ്മുടെ സമരം വേണ്ടതില്ല എന്ന് DYFI നേതാക്കളോട് അന്ന് സ്വരാജ് MLA പറയുകയാണ്. എന്തിനാ അത് പറഞ്ഞതെന്നറിയാമോ? എന്താണ് ആ സ്ഥാപനം എന്നറിയത്തില്ലേ? ഈ കൊണാണ്ടർ പൂട്ടണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ നടക്കുന്നത് ഗർവാപ്പസിയാണ്. ഇത് യോഗാ കേന്ദ്രമല്ല, തൃപ്പൂണിത്തറയിലുള്ളത് ഇത് യോഗാ കേന്ദ്രമല്ല, ഗർവാപ്പസിയാണ്. ഗർവാപ്പസി കേന്ദ്രം എന്താണെന്നറിയാമോ? മറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് ചേക്കേറിയ മനുഷ്യരെ കൊണ്ട് ഇടിച്ചും കുത്തിയും പ്രീണിപ്പിച്ചും ദേഷ്യപ്പെടുത്തും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഗർവാപ്പസി നടത്തുന്ന ഒരു പ്രത്യേകതരം കേന്ദ്രം. ആ കേന്ദ്രം അങ്ങനെ ഭീഷണിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മതവാദികളെന്ന് പറയുന്ന വൃത്തികെട്ട ഈ വർഗീയവാദികൾക്കെതിരെ നിൽക്കണമെന്നുള്ളത് കൊണ്ട് DYFI ഇറങ്ങി പ്രവർത്തിച്ചു. അത് പൂട്ടണം എന്നുള്ള രീതിയിൽ സമരം നടത്തുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ MLA ആണ് സ്വരാജ്. ഇനി പറയും, എന്തുകൊണ്ടാണ് അയാൾക്കത് പറയേണ്ടി വന്നത്? തീർച്ചയായിട്ടും ഫോഴ്സ് ഉണ്ടാവും, അവിടുന്ന് ആളുകൾ പറയുന്നുണ്ടാവും. LC മെമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലേ? LC കമ്മിറ്റി, അതായത് ലോക്കൽ കമ്മിറ്റി മെമ്പർ. അദ്ദേഹത്തിൻ്റെ മകൻ RSS അജണ്ടയും കൊണ്ട് നടക്കുന്നവനാണ്. കണ്ണോത്ത് രാമചന്ദ്രൻ്റെ മകനാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ കയറിപ്പറ്റിയ ഈ പറയുന്ന സഖാക്കൾ എന്ന രൂപത്തിലുള്ള ഈ RSSകാരെയാണ് തുറന്നു കാണിക്കുന്നത്. ഇനി ഇതെല്ലാം പോട്ടെ,
ഇങ്ങനെ പറഞ്ഞ ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കാം. വായിച്ചിട്ടുണ്ടാവും. ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് സംവദിക്കാനുള്ളത്, തീർച്ചയായും ഏതെങ്കിലും ഒരു രാമായണം നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ഒന്നോ അതിലധികമോ. രാമായണത്തിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് രാജനീതിയുടെ സന്ദേശമുണ്ട്, രാജധർമ്മം, ധാർമ്മികതയെക്കുറിച്ചുള്ള മൂല്യബോധങ്ങൾ, യുദ്ധനീതിയെക്കുറിച്ചുള്ളതുണ്ട്, സത്യത്തിന്റെ കരുത്ത് ബോധിപ്പിക്കുന്ന സത്യത്തിന്റെ സന്ദേശവും. ഇത് കേൾക്കുന്ന രാമായണത്തിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രത്യേകതരം ഗുണാഫിക്കേഷൻ ആയിരുന്നു പറയണത്. അയ്യോ, ഇതാരെ ഇപ്പൊ ഈ പറയുന്നേ? പിന്നെ ജനകീയനായിരുന്നു രാമൻ. കഥ ഞാൻ പിന്നെ തിരിച്ചു പറയണ്ടല്ലോ. ഭാര്യയെ കൊണ്ട് കളഞ്ഞ അരിമനങ്ങൾ അടിക്കാൻ പറ്റും, ഭാര്യയല്ലേ കൊണ്ട് കളയാന്നൊക്കെ പറയും. ഭയങ്കര ധാർമ്മികതയുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു. എനിക്ക് അങ്ങേര് ചെയ്തതിൽ ഒരേ ഒരു ധാർമ്മികത അഹല്യെ മോചിപ്പിച്ചതാണ്. കാരണം പണ്ട് നമ്മുടെ ഇന്ദ്രൻ്റെ കൂടെ ഇല്ലാത്ത പരിപാടിക്കൊക്കെ പോയിട്ട് മഹർഷി ശപിച്ച് അവിടെ കല്ലാക്കി വെച്ചിരുന്ന അഹല്യയ്ക്ക് കണ്ട മോചനം കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അങ്ങേര് ചെയ്തൊരു നല്ല പ്രവൃത്തിയായിട്ട് പറയും. ബാക്കി മുഴുക്ക പ്രശ്നം തന്നെയാണ്. സഹോദരങ്ങളെ തമ്മിൽ തല്ലിക്കുക, സഹോദരി പത്നിയെ മാറ്റി നിർത്തുക, വേലക്കാരനായിട്ട് കൊണ്ടു നടക്കുക, ഭാര്യയെ കാട്ടിക്കൊണ്ട് കളയുക, കൊച്ചുങ്ങളെ നോക്കാതിരിക്കുക, കൊച്ചുങ്ങളെ ഗർഭിണിയായ ഉടനെ കൊണ്ട് കളയുക, അന്യദേശത്ത് പോയി അന്യരാജാവിൻ്റെ കൂടെ അടികൂടാൻ വേണ്ടിയിട്ട് കുരങ്ങന്മാരെ സഹോദരന്മാരെ തമ്മിൽ തല്ലിക്കുക ഇത്യാദി കുൽസിത കുശ്മലം അത്രയും ചെയ്ത ഒരു പ്രത്യേകതരം രാമായണത്തിനെ പുകഴ്ത്തി പാടുന്നത് ആരാണെന്നറിയണ്ടേ? വിപ്ലവ നേതാവായ സ്വരാജണ്ണനാണ്. ഇതിൽ നിന്ന് മനസ്സിലായി ഉള്ളിലുള്ള ആ ഒരു ഈസം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ഒരു ഹിന്ദു മനുഷ്യനല്ലേ, അദ്ദേഹം അതൊക്കെ പറയുമെന്ന് പറയും. ആണോ? കമ്മ്യൂണിസ്റ്റ്. വെരി ഗുഡ്. കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വയ്ക്കുന്നത് മതേതരത്വമാണ്, ശങ്കീസമല്ല, ഹിന്ദുയിസമല്ല, ക്രിസ്ത്യാനിസമല്ല, ഇസ്ലാമിസമല്ല. അവർ മതേതരവാദികളാണ്. രാജ്യം നിലനിൽക്കുന്നത് മതേതര രാജ്യമായിട്ടാണ്. രാജ്യത്തെ മതേതരവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിലേക്ക് പോയത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ജനസംഖ്യ ആനുപാതികമായി ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സമുദായമായ ഇസ്ലാം കമ്മ്യൂണിറ്റി തനിച്ചു നിന്നാൽ മാത്രം മതി. ഈ രാജ്യം, പ്രത്യേകിച്ച് കേരളത്തിൽ, സംസ്ഥാനത്ത് ആര് ഭരിക്കണമെന്ന് അവർ തീരുമാനിക്കും. ഇനിയിപ്പോൾ രാജ്യം പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ടില്ല, അല്ല കാത്തല മയ്യത്തൂനൊന്നും എടുത്തുകൊണ്ട് വരണ്ട. രാജ്യത്ത് 2 സിംഗന്മാർ ഭരിച്ചിരുന്നു. BP സിംഗും ഭരിച്ചിരുന്നു, മൻമോഹൻ സിംഗും ഭരിച്ചിരുന്നു. സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം 2% ഇന്ത്യയിലുള്ളത്. 100-ൽ 2% മാത്രമുള്ള ആ വിഭാഗത്തിൽ നിന്ന് 2 പേര് വന്നിരിക്കുകയാണ് ഇന്ത്യ ഭരിക്കാനായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട്. അങ്ങനെ വരാൻ പറ്റുമല്ലേ? 2% വരാം. 12% ഇസ്ലാം കമ്മ്യൂണിറ്റി എന്ന് ഒരാൾ വരുമ്പം രാജ്യം പിടിച്ചടക്കാനാണെന്ന് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ബോധം നമുക്കുണ്ടാകണം. UPയിൽ കൊടുത്തിരിക്കുന്ന സർക്കാർ എന്താണെന്ന് നോക്കുക. എത്ര ശക്തനായ ഒരു വർഗീയവാദിയ, ഫാസിസം അങ്ങേയറ്റമുള്ളൊരു വൃത്തികെട്ടവനെ അവിടുത്തെ ആളാക്കി വെച്ചിരിക്കുന്നു. എന്തിനാണ്? അവിടെയാണ് മെജോറിറ്റി ഉള്ള മുസ്ലിംസ് ഉള്ളത്. അടിച്ചമർത്തപ്പെടേണ്ടത് അവരെയാണ്. എന്തിനടിച്ചമർത്തപ്പെടുന്നു? സിമ്പിളാണ്. ചരിത്രം പിടിച്ചത് 1936 ഇവിടെ വന്നിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം തീരും നിങ്ങളുടെ ഈ പ്രോബ്ലം. അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരാനും അതിനുവേണ്ടി സമരത്തിനിരിക്കാനും അലി സഹോദരന്മാർ ഉൾപ്പെട്ട ആൾക്കാർ മുൻപോട്ട് വന്ന് ഞങ്ങൾക്ക് ഇത് നേടിക്കൊടുത്തേ മതിയാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഉച്ചനീചത്വങ്ങൾ ഞങ്ങൾക്കിടയിലില്ല, എല്ലാവരും സമൻ, അള്ളാഹു മാത്രമാണ് അക്ബർ, ബാക്കി എല്ലാം സമന്മാരാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലുള്ള ഞങ്ങൾക്കിത് പ്രശ്നമല്ല. നിന്നത് ഈ സമുദായത്തിൽ നിന്നുള്ള ഈഴവ കമ്മ്യൂണിറ്റി തൊട്ട് താഴോട്ടുള്ള മനുഷ്യരുടെ ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ വേണ്ടി ജീവൻ വരെ പണയപ്പെടുത്തി അവർക്കൊപ്പം നിന്ന ആ കമ്മ്യൂണിറ്റിയെ അടിച്ചൊതുക്കിയാൽ മാത്രമേ മേൽക്കൊണ്ട് 1936 മുൻപുള്ള ഇന്ത്യ സ്വപ്നം കാണുന്ന ഭാരത് മാതാവിൻ്റെ കയ്യിൽ ചെങ്കൊടിയും കൊടുത്ത് മറ്റേ ഭാവിക്കൊടിയും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് ഈ രാജ്യം പിടിച്ചടക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവരാദ്യം ഒതുക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിംസിനെയാണ്. അതിനാണ് അവർ പാകിസ്ഥാൻ പോലും പിരിച്ചു കൊടുത്തത്. അതോടെ ശല്യങ്ങൾ പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ രാജ്യസ്നേഹികളായ മനുഷ്യർ ഇവിടെ നിലകൊണ്ടു. ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഭാരമാണിത്. ഞങ്ങളുടെ പൂർവികർ ഇവിടെയുണ്ട്. ഈ പൂർവികർ ആരായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ഒരിക്കലും പറയത്തില്ല ബ്രാഹ്മണരാണെന്ന്. എനിക്കങ്ങനെ ആകാൻ ആഗ്രഹമില്ല. അടുത്ത ജന്മമൊന്നുമില്ല, 10, 16, 100, 108 ജന്മം വന്നാലും എനിക്ക് ബ്രാഹ്മണനാവണ്ട. ഞങ്ങൾ പുനർജന്മം വിശ്വസിക്കുന്നവരല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി അതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന സ്വരാജിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഒരു കാര്യം, ഹിന്ദു മഹാസഭയുടെ 5000 വോട്ട് എന്ന് പറഞ്ഞത് അയാൾക്കാണ്. പിന്നെ ഈ ഗോവിന്ദ മാഷ് എന്താ പറയണേ? അങ്ങേര് പറയണത് വർഗീയവാദി വോട്ട് കിട്ടിയത് ആര്യയുടെ ചൗക്കത്തിനാണ്. ആണോ? കണക്കായിപ്പോയി. അത് വർഗീയവാദി വോട്ടൊന്നുമല്ല, അത് മതേതരവാദികളുടെ വോട്ടാണ്. മനുഷ്യർക്ക് ബോധം വന്നിട്ട് കിട്ടിയ വോട്ടാണ്. അവിടെ കോൺഗ്രസ് ഒന്നും ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇനി മുതൽ ഒരു കോൺഗ്രസ്, ഒരു കമ്മ്യൂണിസ്റ്റോ നിങ്ങളുടെ ആളാണോ കൊടുത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും
അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ വോട്ട് കുത്താവൂ. നമ്മളങ്ങോട്ട് തീരുമാനിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സംഖ്യാബലമുള്ള ഒരേ ഒരു കമ്മ്യൂണിറ്റി ഇസ്ലാം കമ്മ്യൂണിറ്റിയാണെന്ന് മറന്നു പോകരുത്. 32% വരുന്ന നിങ്ങൾ തീരുമാനിക്കും ഇവിടെ ആര് ഭരിക്കണം വേണ്ട എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ബിസിനസ്സുകാരും അത്യാവശ്യത്തിൽ കൂടുതലുള്ള ഇതേപോലെ ഭരണ നേതൃത്വങ്ങളിലൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ആ സംഖ്യാബലം മനസ്സിലാകാതെ ഇന്നും ഇവർക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണെങ്കിൽ എന്നെ വർഗീയവാദി എന്ന് മുദ്ര കുത്തിയാലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ നമ്പറിൽ 10 നമ്പർ വരുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? നായർ കമ്മ്യൂണിറ്റിയാണ്. 10% മാത്രം വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് 10 മന്ത്രിമാർ, അതിൽ തന്നെ തീർന്നില്ലേ. 23% വരുന്നത് ആരാണ്? ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ 32%. എവിടെ നിൽക്കുന്നത്? എത്ര പേരുണ്ട്? കാണിച്ചേ കേൾക്കട്ടെ. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ മുന്നോട്ട് വരട്ടെ. അതിനകത്ത് രാഷ്ട്രീയം നോക്കണ്ട. ഏത് രാഷ്ട്രീയത്തിനായാലും നിങ്ങളുടെ ആൾക്കാർ തന്നെ വേണം എന്നുള്ളതാണ് നിർബന്ധം. RSS ഒഴികെ ബാക്കി ഏത് രാഷ്ട്രീയവും നമുക്ക് മുൻപോട്ട് വയ്ക്കാം. വർഗീയവാദികളായ ഒരു രാഷ്ട്രീയവാദത്തിനെ നമ്മൾ മുന്നോട്ട് എടുക്കരുത്, അവരെ കൂടെ വയ്ക്കരുത്. അത് നിർബന്ധമാക്കണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംഘികൾ കയറി ഗ്രാബ് ചെയ്ത ഒരു രാഷ്ട്രീയമാണ് ഇന്നത്തെ കമ്മ്യൂണിസം. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നത്. ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാൻ പാട്ടക്കരാറ്, കാർഷിക നിയമം, വിദ്യാഭ്യാസ നയം തുടങ്ങി സാർവത്രികമായ എല്ലാ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യൊപ്പുണ്ട്. വിമോചന സമരത്തിൽ കൂടെ അവരെ എതിർത്ത കോൺഗ്രസ്സുകാർ വിഘടനവാദികളെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസം സംഘീസമായി മാറിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ യഥാർത്ഥ വിക്ടിമായി നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായി എനിക്ക് നേരിടേണ്ടി വന്ന അവഹേളനങ്ങൾ നിസ്സാരമായിരുന്നില്ല. കേസിൻ്റെ കാര്യത്തിൽ പോകുമ്പോൾ പോലീസ് സെക്ടറിൽ നിന്ന് പോലും മെജോറിറ്റി മുതിർന്നവരായിട്ട് ഇരിക്കുന്നവരും ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരായിരുന്നിട്ട് പോലും അവിടെ കൃത്യമായി സംഘികളുടെ അഡ്വൈസിൽ നടന്നു പോകുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് എനിക്ക് നീതി പലയിടങ്ങളിലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ സിമ്പിളായിട്ട് പറയുന്നതാണ്, നമ്മളിൽ എന്താണെന്ന് നമുക്ക് ആദ്യം ബോധ്യം വരണം. നമ്മൾക്ക് ബോധ്യം വരാത്തിടത്തോളം ഇവരിത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. തോറ്റവൻ തോറ്റ് എന്ന് സമ്മതിക്കുന്നതിന് പകരം ഇരുന്നിട്ട് കൊണ പറയുകയാണ്. എടാ നാണല്ലടാ നിനക്കൊക്കെ, തോറ്റ് തൊപ്പിയിട്ടില്ലടാ. 11,000 വോട്ടിലാണ് ഞാൻ തോറ്റത്. അത് വലിയ ഗമയായിട്ട് പറയണം. 77,000 വോട്ട് അവിടെ കിട്ടി. അതെങ്ങനെ കിട്ടി? നിൻ്റെ സ്വന്തം നാടല്ലേ? നിൻ്റെ ഹിന്ദു മഹാസഭയുടെ 5,000 വോട്ട് എവിടെയാണെന്ന് പറഞ്ഞേ. നിനക്കുണ്ടായിരുന്നു എന്തെങ്കിലും വാഴ? ഒന്നുമില്ല. 8 നിലയിൽ പൊട്ടി. കമ്മ്യൂണിസം അല്ല ഇവിടെ തോറ്റത്. ഒരു സംഘിക്ക് മുഖത്തടി കൊടുത്തേണ് ആ നാട്ടിലെ ജനങ്ങൾ. അതങ്ങനെ പാടുള്ളൂ. നായരെ ജയിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന രാഷ്ട്രീയ ഈ കുന്തളിപ്പിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു സഹോദരങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് നിങ്ങളൊക്കെ എന്താണെന്ന്, ജന്തുക്കൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നീയൊക്കെ ജന്തു വിഭാഗത്തിൽ അവിടുന്ന് ഹിന്ദുക്കളെന്ന് പറയരുത്. ആ മനുഷ്യരെ അവഹേളിക്കരുത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് കിട്ടിയ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് പോലും നിഷേധിക്കണം. ബിന്ദു മേനോത്തിക്ക് സങ്കടം വരികയാണ്. താഴ്ന്ന ജാതിക്കാർക്കൊന്നും കിട്ടാൻ ഒക്കത്തില്ല. വേടനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മാറി നിൽക്കാൻ, മറയായി മതിലായി നിൽക്കുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റി അടിച്ചൊതുക്കാൻ വേണ്ടി, നിങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ഈ വൃത്തികെട്ട കമ്മ്യൂണിറ്റിക്കൊപ്പം നിൽക്കാതെ നിങ്ങൾ ചേർന്ന് നിൽക്കൂ. സംഘശക്തി നിങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കൂ. ഈ സംഘികളല്ല സംഘം കാണിക്കേണ്ടത്, നമ്മളാണ്. നമുക്ക് അതിനുള്ള എല്ലാ മെറിറ്റും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് തന്നെ ആവർത്തിക്കപ്പെടണം. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവൻ ജയിക്കണം. ഈ നാട് ആര് ഭരിക്കണമെന്ന് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവർ തീരുമാനിക്കണം. തമ്മിത്തല്ലാതെ നിർത്തിയിട്ട് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ 2014 തൊട്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അവഹേളനവും തുടർന്ന് നമുക്കും അനുഭവിക്കാം. നന്നാവില്ല. അടുത്ത ജനറേഷന് നമ്മൾ കൊള്ളുന്ന വെയിലാണ് അവരുടെ തണലെന്നുള്ള ബോധമുള്ളവൻ ഇതിനെതിരെ ശക്തമായി നിലകൊള്ളണം. നമ്മുടെ കുഞ്ഞുങ്ങൾ രാഷ്ട്രീയം പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭരണ നേതൃത്വത്തിലേക്ക് പോകണം. അത് ജനസംഖ്യാനുപാതികമായി നിങ്ങൾക്കെല്ലാ റൈറ്റ്സുമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരുന്നു കൊണ്ട് മന്ദബുദ്ധികളായി ബിഹേവ് ചെയ്യാൻ നിർത്തൂ എന്നുള്ളതാണ്. ഇയാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് മൂഢമായിട്ടിരിക്കാതെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ അടുത്ത ഇലക്ഷനിൽ ഇവന്മാർക്ക് മറുപടി കൊടുക്കണം. വർഗീയവാദികളെന്ന് പറഞ്ഞത് ആരെയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ആൾക്കാരാണ് ഈ പറയുന്നത്. സ്വരാജ് പറയുകയാണ്, ഗോവിന്ദൻ പറയുകയാണ്. എന്താണ് വർഗീയവാദികൾ? ആരാണ് വർഗീയവാദികൾ? മുസ്ലിങ്ങളോ? അപ്പോൾ നിങ്ങൾ ശത്രുക്കളാണ്. ഒരുത്തനെ പെൺപെണ്ണും മോളെ കൊണ്ട് കെട്ടിച്ച ഉടനെ ഓക്കെ എല്ലാം തികഞ്ഞു എന്നാ പറയുന്നത്. അത് നിങ്ങൾക്കുള്ള ഇട്ടൊരു വലയാണ്. നിങ്ങളെ ഒളിപ്പിക്കുന്നതാണ്. നിങ്ങൾ മൗനമായി ഇരിക്കാൻ വേണ്ടി അവർ ചെറിയ ചെറിയ ഇരയിട്ട് തരുന്നു. നിങ്ങൾ അതിനകത്ത് കൊളുത്തുന്നു, അവർ നിങ്ങളെ എടുത്ത് ഫ്രൈ ആക്കി തിന്നുന്നു. അത്ര തന്നെയാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വൺ മോർ തിങ്,
ഈ ഒരു വിഷയം പറയുമ്പോൾ പലയിടങ്ങളിൽ നിന്നും നമുക്ക് അതിഭീകരമായ ആക്രമണങ്ങൾ ഉണ്ടാവും. പറയാതെ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് ആവർത്തിക്കപ്പെടുന്നതാണ്. 3 വിഷയങ്ങളിൽ ഞാൻ സ്വരാജിൻ്റെ RSS ബന്ധങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൃത്യമായ തെളിവ് വെച്ചാണ് പറഞ്ഞത്. തെളിവില്ലാതെ സംഘികൾ വന്ന് എൻ്റെ നേരെ അടികൂടാൻ വരരുത്. ഞാൻ പറഞ്ഞ തെളിവുകളിൽ എവിടെയെങ്കിലും സ്വരാജ് എന്ന വ്യക്തി ഇല്ല എങ്കിൽ നിങ്ങൾ പറയണമെന്ന് ഞാൻ കേൾക്കാം. ഇനി വേണമെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിലുള്ള മറ്റൊരു നായരത്നൻ്റെ ഒരു കുൽസിതവും കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. സ്പെഷ്യൽ ക്ലാസ് എന്ന് എഴുതി കൊടുത്തത്, ബ്രാഹ്മണൻ ഒരു സ്പെഷ്യൽ ക്ലാസ് എന്ന അഫിഡവിറ്റ് ഹൈക്കോടതിക്ക് കൊടുത്തത്, സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ കൊടുത്തത് കേരള സർക്കാരാണ്. ബ്രാഹ്മണ സ്പെഷ്യൽ ക്ലാസ് ആണോ? എന്തർത്ഥത്തിൽ? ബാക്കിയുള്ളവരെന്താ? മണ്ടൻ ക്ലാസ്സോ? അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്? വൈ? എഴുതി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും സവർണ സംവരണം അനുവദിച്ചു കൊടുക്കാത്തിടത്ത് 10ൽ 10% കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംവരണം പാസ്സാക്കി കൊടുത്തത് ഇവന്മാരാണ്. എന്തുകൊണ്ടെന്നറിയാം? 10% വരുന്ന നായരീസമാണ് അവിടെ വർക്കൗട്ട് ചെയ്തതെന്നുള്ളത് വ്യക്തം അല്ലേ? അപ്പം സംഘി സർക്കാർ ആണ് എന്നുള്ളൊരു തെളിവല്ലേ? വേടനെ പിടിച്ചകത്തിടുമ്പോഴും, വേടനെ ആക്രമിക്കുമ്പോഴും, ഉച്ചനീചത്തങ്ങം കൂടൽമാണിക്യ ക്ഷേത്രം തൊട്ട് എല്ലാ ഇടങ്ങളിലും ഇവരുടെ സംഗീതം ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും കൂടുതൽ ശാഖയുള്ളതും കേരളത്തിലാണ്. അപ്പോൾ ഏകദേശം ബോധ്യം വരാൻ വേണ്ടി മാത്രമാണ് ഈ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. ഈ സുരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള സംഗീതമാണ് നമ്മൾ പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണനാണ് ഇവിടെ 4 ലക്ഷം രൂപയാണ് ഒരു വീട് റിനോവേറ്റ് ചെയ്യാനായിട്ട് സർക്കാർ തലങ്ങളിൽ കിട്ടുന്ന അലവൻസ്. അത് ബ്രാഹ്മണ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് അഗ്രഹാരത്തിലുള്ളവർക്ക് 10 ലക്ഷമായി നിജപ്പെടുത്തി കൊടുത്തത് നായരായ കോടിയേരി ബാലകൃഷ്ണ നായർ തന്നെയാണ്. നിങ്ങൾ അവരെ വോട്ട് ചെയ്തിരുത്തു. അവരവരുടെ ആൾക്കാർക്ക് നല്ല ഫേവർ ചെയ്യും. അവർ ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അടുത്ത ജന്മത്തിൽ നമുക്ക് ബ്രാഹ്മണൻ ഉണ്ടാവാം. ഇതൊക്കെ അനുഭവിക്കാം. നമ്മളൊക്കെ നീചകുലജാതരും കഷ്ടപ്പെടാൻ യോഗ്യതയുള്ളവരും കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ചവരും മാത്രമാണെന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നു. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലൊരു സമാധാനം ഉണ്ടാകത്തില്ല. എനിക്ക് ബോച്ചയെ പോലെയൊന്നും പറയാൻ അറിയത്തില്ല, ഓൾ ഈസ് വെൽ എന്നൊന്നും പറയാനൊക്കില്ല. എല്ലാം ട്രബിളിലാണുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയി തീരുമാനം എടുക്കേണ്ട ഒരു നിലയിലാണുള്ളത്. അതെടുക്കാനുള്ള സർവ്വ അധികാരവും നിങ്ങൾക്കുണ്ട്. ഞാനത് നേരത്തെ വീണ്ടും റിപ്പീറ്റഡ്ലി പറഞ്ഞു. 2% വരുന്ന സിഖുകാരന്മാർ 2 പേര് പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്ത് നമ്മുടെ ആൾക്കാർ അവിടെ ഇരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ പാടില്ല എന്നും നമ്മൾ മതേതരവാദികളാണെന്നും നമുക്ക് അധികാരം വേണ്ട എന്നും പറയാൻ വേണ്ടിയിട്ട് നമ്മളെ തീവ്രവാദികളാക്കുന്ന ഈ സംഗീതം പറയുന്ന എച്ചിലുകൾ അവരുടെ കയ്യിലുള്ള പാവകളാണെന്ന് തിരിച്ചറിയുക. ആൻഡ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. താങ്ക് യു.